എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 13 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുകയാണ്. പലയിടത്തും ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റും മഴയും ഇടിമിന്നലും വ്യാപകമായുണ്ട്. മലപ്പുറം ജില്ലയിൽ മങ്കടയിൽ സുഹൃത്തുക്കളായിട്ടുള്ള 4 വിദ്യാർത്ഥികൾ ഇടിമിന്നലേറ്റ് മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. സിയാദ് 18 വയസ്സ്, ഫഹദ് 19 വയസ്സ്, റഹീസ് 20 വയസ്സ്, വഹാബ് 18 വയസ്സ് എന്നിവരാണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടിമിന്നലിൽ എല്ലാ ആളുകളും ജാഗ്രത പാലിക്കേണ്ടതാണ് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഉയർന്ന പ്രദേശങ്ങളിൽ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാർമേഘം ഇരുണ്ടുകൂടുകയാണ് എങ്കിൽ കുട്ടികളെ പുറത്തേക്കും തുറസായ സ്ഥലങ്ങളിലേക്കും ടെറസിന് മുകളിലേക്കും കളിക്കാൻ വിടുന്നത് ഒഴിവാക്കണം. തുണികൾ ഉണക്കാനിട്ടിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് പോയി എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇടിമിന്നലിന്റെ സാധ്യത കണ്ടാൽ തുറസായ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഈ സമയങ്ങളിൽ ജലാശയങ്ങളിൽ ഇറങ്ങി കുളിക്കുന്നതും മരത്തിന് മുകളിൽ കയറുന്നതും ഒഴിവാക്കണം. വാഹനങ്ങൾക്കുള്ളിലാണ് എങ്കിൽ വാഹനത്തിനുള്ളിൽ തുടരുകയും വീട്ടിലുള്ള ആളുകൾ പുറത്തിറങ്ങാതിരിക്കുകയും ചെയ്യുക. ഇലക്ട്രിക് ഉപകരണങ്ങൾ, വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ജനലുകളും വാതിലുകളും അടച്ചിടുകയും ചെയ്യേണ്ടതാണ്. രാജ്യത്ത് നീറ്റ് UGC പരീക്ഷകൾ റദ്ദാക്കി. ഡൽഹി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നീറ്റ് പരീക്ഷ റദ്ദാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. നീറ്റ് പരീക്ഷയിൽ വൻ തട്ടിപ്പാണ് നടന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. നാസിക്കിലാണ് ഗൂഢാലോചനയുടെ തുടക്കം. ഹരിയാന, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഡൽഹി എന്നീ സ്ഥലങ്ങളിൽ ചോദ്യപേപ്പർ എത്തി. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 3 തീയതി നടന്ന നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. ചോദ്യപേപ്പർ ചോർന്നതിൽ CBI അന്വേഷണം നടത്തുന്നുണ്ട്. പരീക്ഷ വീണ്ടും നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു അറിയിപ്പ്, രാജ്യത്ത് 45 ദിവസത്തേക്കുള്ള LPG ശേഖരവും 69 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് എന്നും ഇന്ധന വിതരണത്തിൽ തടസ്സമില്ലെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, UPSC ഇന്ത്യ ഗവൺമെന്റിലെ വിവിധ തസ്തികകളിലേക്കുള്ള നേരിട്ടുള്ള നിയമനത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിശദമായ വിജ്ഞാപനം 04/2026 ഉദ്യോഗാർത്ഥികൾക്കായുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം കമ്മീഷന്റെ വെബ്സൈറ്റായ www.upsc.gov.in അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 29 വരെ ഓൺലൈനായി റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അടുത്ത തുക എന്ന് ലഭിക്കും എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 2 ഗഡുക്കളായിട്ട് ഒരു കാരണവും ഇല്ലാതെ പല ആളുകൾക്കും തുക നഷ്ടപ്പെട്ടിരുന്നു. ഏറ്റവും പുതിയ PM കിസാൻ സമ്മാൻ നിധി അറിയിപ്പുകളാണ് പറയുന്നത്. രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. 2019 മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം വർഷത്തിൽ 3 ഗഡുക്കളായി 6000 രൂപയാണ് ലഭിക്കുന്നത്. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡുവിന്റെ വിതരണമാണ് ഇനി നടക്കേണ്ടത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത്. ജൂൺ മാസത്തിൽ അവസാന ആഴ്ചയിലോ ജൂലൈ മാസത്തിൽ 2ാം ആഴ്ചയിലോ 23ാം ഗഡുവിന്റെ വിതരണം ഉണ്ടാകും. പല കാരണം കൊണ്ട് പല ആളുകൾക്കും കഴിഞ്ഞ 2 ഗഡുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണം ഇല്ലാതെയും നഷ്ടപ്പെട്ടവരുണ്ട്. എല്ലാം ശരിയായിട്ടും കഴിഞ്ഞ തവണത്തെ തുക പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ തവണ വിതരണം ചെയ്തപ്പോൾ തുക ലഭിക്കാത്ത ആളുകൾ നിങ്ങളുടെ കൃഷി ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുക. ഇല്ല എങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത തുക വരുന്നതിന് മുമ്പ് ഇക്കാര്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ PM അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ഇനിയും ചെയ്യാത്ത PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും ആ കാര്യം ചെയ്യേണ്ടതുണ്ട്. ആധാറുമായിട്ട് കൃഷി ഓഫീസുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തിക്കഴിഞ്ഞാൽ അഗ്നിചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാം. ഇതിന് നിങ്ങളുടെ ഭൂമിയുടെ നികുതി അടച്ച രസീറ്റ് കൂടി വേണം. എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത കാർഡ് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ആധാർ പോലെ ഒരു പ്രത്യേക കർഷകർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു നമ്പർ നൽകുന്ന പദ്ധതിയാണ് PM അഗ്നിചാർക്ക് കർഷക രജിസ്ട്രേഷൻ. ഇത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഭാവിയിൽ PM കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുക. PM കിസാൻ സമ്മാൻ നിധി മാത്രമല്ല, കർഷകർക്ക് ലഭിക്കുന്ന വിള ഇൻഷുറൻസ്, മണ്ണ് പരിശോധന കാർഡുകൾ, വള സബ്സിഡികൾ തുടങ്ങിയിട്ടുള്ള മിക്കവാറും ആനുകൂല്യങ്ങളെല്ലാം ഇതിലൂടെയാകും ലഭിക്കുക. അതുകൊണ്ട് തന്നെ കർഷകരായിട്ടുള്ള ആളുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ, അത് PM കിസാൻ സമ്മാൻ നിധി കിട്ടുന്നവരായാലും അല്ലാത്തവരായാലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ കൃഷി ഓഫീസിലെത്തിയോ അത് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അടുത്ത ഗഡുവിന്റെ വിതരണം അടുത്ത മാസം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ജൂലൈ മാസത്തിൽ എന്തായാലും ലഭിക്കുന്നതുമാണ്. അപ്പൊ ഇനി 23ാമത്തെ ഗഡുവാണ് ലഭിക്കേണ്ടത്. 2026-27 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എല്ലാവരും സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് ഉണ്ട് എങ്കിൽ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മലയാളികളുടെ തീന്മേശയിൽ എത്തുന്നത് മാരക രാസവസ്തുക്കളും കീടകളനാശിനികൾ കലർന്ന ഭക്ഷണവുമാണ് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കണ്ടെത്തൽ. 2 വർഷത്തിനിടെ ഹോട്ടലുകളിലും ബേക്കറികളിലും നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ആഹാര സാധനങ്ങളുടെ വിശദമായ ലാബ് പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ അമിത സാന്നിധ്യവും ഘനലോകാംശങ്ങളും ആന്റിബയോട്ടിക്കുകളും ആഹാര പദാർത്ഥങ്ങളിൽ തീരെ ഉപയോഗിക്കാനേ പാടില്ലാത്ത നിറക്കൂട്ടുകളും വിസർജ്യങ്ങളിൽ കാണുന്ന കോളിഫോം ബാക്ടീരിയകൾ വരെ ഭക്ഷ്യ പദാർത്ഥങ്ങളിൽ കണ്ടെത്തി. 2 വർഷത്തിനിടെ നടത്തിയ പരിശോധനയിൽ മാത്രം ഇത്തരത്തിൽ 198 പദാർത്ഥങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പരിശോധിക്കാതെ പോയതോ തിരിച്ചറിയാതെ പോയതോ ഇതിന്റെ 10 മടങ്ങാണ്. മസാലപ്പൊടികളിലും ശർക്കരയിലുമടക്കം വിപണിയിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളിലാണ് കീടനാശിനികളുടെ സാന്നിധ്യം എന്നതിനാൽ ഹോട്ടൽ ഭക്ഷണങ്ങളിൽ മാത്രമാണ് രാസസാന്നിധ്യം എന്ന് സമാധാനിക്കാനാകില്ല. ഹോട്ടലുകാർ സാധനങ്ങൾക്കായി ആശ്രയിക്കുന്ന വിപണിയെ തന്നെയാണ് വീട്ടുകാരും ആശ്രയിക്കുന്നത് എന്നതിനാൽ വീടുകളിലെ ഭക്ഷണവും സുരക്ഷിതമല്ല എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കുന്നത്. തുണിത്തരങ്ങളിൽ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന റോഡമിന്റെ വലിയ സാന്നിധ്യമാണ് ശർക്കരയിൽ കണ്ടെത്തിയത്. ഭക്ഷണ വസ്തുക്കളിൽ ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത ക്യാൻസറിനടക്കം കാരണമാകുന്ന രാസവസ്തുക്കളാണ് റോഡമിൻ. ഡാർട്ടസിൻ എന്ന രാസവസ്തു ചിപ്സ്, മിക്സ്ചർ എന്നിവയിൽ ചേർക്കുന്നത് നിരോധിച്ചതാണ്. എന്നാൽ ഈ 2 വർഷത്തെ പരിശോധനയ്ക്കിടയിൽ ഇവ ചേർത്ത ചിപ്സും മിക്സ്ചറുകളും വിപണിയിൽ സുലഭമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുളകുപൊടി, മല്ലിപ്പൊടി എന്നിവയിലാണ് കീടനാശിനികളുടെ സാന്നിധ്യം കൂടുതലായും കണ്ടിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ കോപ്പർ, നിക്കൽ ലോഹങ്ങളുടെ സാന്നിധ്യമാണ് മറ്റൊന്ന്. അരിയിലും മറ്റു പൊടികളിലും പൊടിക്കുന്ന മില്ലുകളുടെ യന്ത്രഭാഗങ്ങളിൽ ഉരസിയുണ്ടാകുന്ന ഇവയുടെ അംശം ഭക്ഷണ പദാർത്ഥങ്ങളിൽ കലർന്നാണ് ഇത്തരം ലോഹങ്ങളുടെ അംശം ഭക്ഷണത്തിൽ എത്തുന്നത്. കൂടാതെ പാലിൽ ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. ചികിത്സാർത്ഥം പശുവിന് നൽകുന്ന മരുന്നിൽ നിന്നാണ് പാലിൽ ആന്റിബയോട്ടിക് സാന്നിധ്യം ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തൽ. ബ്രെഡിലും മറ്റും ഉള്ള ചുവന്ന നിറത്തിലുള്ള മൃദുവായ ഡ്യൂട്ടി ഫ്രൂട്ടിയിൽ കാർമോയിസിൻ എന്ന നിറം ചേർക്കാൻ പാടില്ല എന്നതാണ് വ്യവസ്ഥ. എന്നാൽ ഇത് വ്യാപകമായി മറികടക്കുന്നുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏതാനും ധാന്യങ്ങളിൽ യൂറിക് ആസിഡ് എന്നിവയുടെ സാന്നിധ്യവും വിരൽ ചൂണ്ടുന്നത് എലിക്കാഷ്ടം കലർന്നിട്ടുണ്ട് എന്നതാണ്. ഗോതമ്പിൽ എലിക്കാഷ്ടം ഉണ്ടെങ്കിൽ അത് പൊടിച്ചാൽ പിന്നീട് കണ്ടെത്താൻ ആകില്ല. എന്നാൽ മാവുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് എത്തിയിട്ടുള്ളത്. ഇന്ന് മലയാളികൾ യൂറിക് ആസിഡ് എന്ന രോഗം വളരെ സുലഭമാണ്. ഒന്നെങ്കിൽ വിഷം, അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന മാലിന്യങ്ങൾ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഭക്ഷിച്ചേ നമ്മൾ ദിവസം മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ